ഹലോ ഗായ്സ്, നമ്മൾ തോട് നിറഞ്ഞത് കാണാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡും പാടവും എല്ലാം സെയിം ആവും, ഒരേ ലെവലിലാവുമെന്ന്. അപ്പോൾ ഇന്ന് അതുപോലെ ഫുള്ളും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫുള്ളും വെള്ളമാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണണമെന്നറിയില്ല, പാടവും തോടും റോഡും ഒക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കണം. അത്രയും മഴയാണ് നമ്മുടെ ഇവിടെ പാലക്കാട് ജില്ലയിൽ. അതുകൊണ്ട് ഇവിടേക്ക് അന്ന് പോകുമ്പോഴേക്കും ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റോഡ് ഫുൾ വെള്ളമാണ്. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഇപ്പുറത്തേക്കും പോകാൻ പറ്റില്ല വണ്ടി കൊണ്ടൊക്കെ. അത്രയ്ക്കും വെള്ളമാണ്. നല്ല ഫോഴ്സിലാണ്. ഇതൊക്കെ പാടമൊക്കെ ഫുള്ള് മുങ്ങി. പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തോടും പാടവും റോഡൊക്കെ നിറഞ്ഞ് കവിയും നല്ല മഴ പെയ്താലും കാണിച്ചു തരാം. ഫുൾ നിറഞ്ഞ് ഒഴുകാണ് കേട്ടോ. പാടുമ്പോൾ തന്നെ പേടിയാവും, അത്രയ്ക്കും വെള്ളമാണ്. അന്ന് കാണുമ്പോൾ ഇഷ്ടമാക്കില്ല. ഞാൻ അന്നത്തെ വീഡിയോ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. കേട്ടോ, നന്നായി കുത്തി ഒഴുകുന്ന വെള്ളം ഫുള്ളും കവിഞ്ഞു. പക്ഷെ ഇതല്ല ശരിക്കും നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ കാണാൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, റോഡും വെള്ളവും കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. അത്രയ്ക്ക് നിറഞ്ഞു. നമ്മളുടെ മരമൊക്കെ കണ്ടോ, വീട് വന്ന് അടിഞ്ഞ് കിടക്കുന്നത്, മരമൊക്കെ പൊട്ടി വീണതാണ്. ഇത് ഫുൾ പാടമായിരുന്നു. അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡും പാടമൊക്കെ കുളം പോലെയായി. ഇതൊക്കെ ഫുൾ പാടങ്ങളാണ്. ഈ കാണുന്നത് മൊത്തം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് കണ്ടോ. അതൊക്കെ റോഡാണ്. ആ കാണുന്ന ആ തെങ്ങ് നിൽക്കുന്ന അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഫുൾ റോഡാണ്. ആ മരങ്ങൾ കാണുന്ന അവിടെ ഫുൾ റോഡാണ്. പക്ഷെ ഫുള്ളും വെള്ളം നിറഞ്ഞ പാടവും റോഡൊക്കെ ഒരേ ലെവലിലായി. അത്രയ്ക്കും വെള്ളമാണ്. അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴക്കെടുതി പറയുന്നത് അത്രയ്ക്കും ദുഷ്കരമാണ് നമ്മളുടെ ഇവിടെയൊക്കെ. ഇതൊക്കെ ഫുൾ പാടങ്ങളാണ്, എല്ലാം വെള്ളത്തിനടിയിലാണ്. അതേപോലെ ഈ സൈഡും അതുപോലെയാണ്, ഫുള്ളും വെള്ളത്തിൻ്റെ അടിയിലാണ്. റോഡടക്കം വെള്ളത്തിലാണ്. അങ്ങനെ വേണം പറയാൻ. കണ്ടോ, റോഡൊക്കെ ഇടിഞ്ഞ് കുഴിഞ്ഞ് അത്രയും വെള്ളമാണ്. മഴക്കാലം ഇന്നലത്തെ ഒരിക്കൽ മഴയിലാണ് ഇതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത്രയും മഴയാണ്. ഇതൊക്കെ പാടത്തുനിന്ന് വരുന്ന വെള്ളമാണ്. പാടത്തുനിന്ന് നമ്മൾ റോട്ടിൽ ഇറങ്ങി താഴെയുള്ള പാടത്തൊക്കെ ചുറ്റി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. അതേപോലെ കാര്യം ഫുള്ളും വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. അത്രയ്ക്കും വെള്ളമാണ്. ഇതിനേക്കാളും ദുഷ്കരമാണ് അപ്പുറത്തെ സൈഡ്. അവിടെ കണ്ടോ, വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ആ റോഡും പാടമൊക്കെ കുത്തി ഒഴിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് ആ സൈഡിലേക്കൊന്നും വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും വെള്ളമാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഊഞ്ചോട് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അവസ്ഥ കണ്ടോട്ടോ. ഫുള്ളും വെള്ളത്തിലാണ്. അത്രയും വെള്ളം വന്നിട്ട് ഇതാണോ പാടം. ഇത് പാടം, ഇത് നമ്മുടെ റോഡ്, രണ്ടും ഒപ്പം വെള്ളം ഇറങ്ങി ആ സൈഡ് നോക്കും. ഫുള്ളും വെള്ളത്തിൻ്റെ തന്നെയാണ്. ഇത് റോഡാണ്, അത് പാടം റോഡുമാണ്. പക്ഷേ ഒരു പുഴ പോലെയായിട്ട് കുത്തി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഉമ്മമരം. ഉമ്മമരം അങ്ങനെ പോകുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടോ, ഇതാണ് നമ്മുടെ ഉമ്മിഞ്ചോട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മെൻഷൻ ചെയ്യാം അതിൽ. ആ വീഡിയോ ഞാൻ എൻ്റെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പാടത്തുനിന്ന് റോട്ടിക്ക് ഇറങ്ങി ആ റോട്ടിലെ വെള്ളം താഴെയുള്ള പാടത്തിലേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം അവിടെയൊക്കെ വീടുകളുണ്ട്. ഇതൊക്കെ പാടമാണ്, പുഴ പോലെയായി. പാടവും റോഡും വയലൊക്കെ ഫുള്ളും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യണം. കാരണം 2018 പ്രളയത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ നിറഞ്ഞൊഴുകുന്നത്. പക്ഷെ അപ്പം പോലും ഇത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നില്ല. അതായത് ഉമ്മൻചോട്ടിൻ്റെ അവിടെ നിന്ന് ആ കാണുന്ന അവിടേക്കൊന്നും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ റോഡുകളിൽ മാത്രമാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത്രയ്ക്കും വെള്ളം കയറി ദുഷ്കരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് പ്രളയ സമയത്ത് പോലും ഇവിടെ ഇത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇന്നലത്തെ ഒരൊറ്റ മഴ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതെന്നാണ് എല്ലാവരും പറയും, ഇവിടെ വരുന്നവരൊക്കെ പറയുന്നത്.
അപ്പോൾ അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ എല്ലാവരും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കത്തിലും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സേഫായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ സേഫാണ്, അതുപോലെ എല്ലാവരും സേഫായിരിക്കുക.